ന്യൂബോൺസിൻ്റെ ഫസ്റ്റ് ഡേ ഡ്രസ് തേർഡ് ഡിസൈനാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. 0 സൈസാണ്. വൈറ്റ് ആയിരുന്നു വേണ്ടത്. എൻ്റെ അടുത്ത് കളറുള്ളതുകൊണ്ട് ഞാൻ അതിലാണ് കാണിക്കുന്നത്. 100% കോട്ടൺ ക്ലോത്താണ് ഉപയോഗിക്കേണ്ടത്. മെഷർമെൻറ്റ് പറഞ്ഞു തരാം. 10.5 ഇഞ്ച് ലെങ്ത്തും 19 ഇഞ്ചസ് വിഡ്ത്തുമാണ് ആവശ്യമുള്ളത്. 19 ഇഞ്ചസ് വിഡ്ത്തും 10.5 ഇഞ്ച് ലെങ്ത്തുമാണ് ആവശ്യമുള്ളത്. ഞാനിതൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ മെഷർമെൻറ്റിലുള്ള ക്ലോത്താണെന്ന് വിചാരിക്കുക. അത് ഫോൾഡ് ചെയ്ത് അഗെയിൻ ഫോൾഡ് ചെയ്തിട്ട് നെക്ക് ഡിസ്റ്റൻസ് 2 ഇഞ്ചസ്, ഇവിടുന്ന് 2 ഇഞ്ചസ്, അവിടുന്ന് ഷോൾഡർ 2.5 ഇഞ്ച്, ഇത് 2 ഇഞ്ചസ്, ഇത് 2.5 ഇഞ്ച്. ഡെപ്ത്ത് ബാക്ക് നെക്കാണ്, ഡെപ്ത്ത് 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ചിന്ന് ബാക്ക് നെക്ക് ഡ്രോ ചെയ്ത് ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചസാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഷേപ്പിലാണ് വരേണ്ടത്. ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സാണ്. ഇതിങ്ങനെ വന്ന് അപ്പോൾ ആം ഹോള് 4 ഇഞ്ചസ്, അവിടുന്ന് 4 ഇഞ്ചസ് വരെ ഇത് ഡ്രോ ചെയ്ത് ഇനി ഫ്രണ്ട് കുറച്ചൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ബാക്ക് കട്ട് ചെയ്യാം. പിന്നെ ആം ഹോള്, ആം ഹോളിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പിൽ ഇത് ഫ്രണ്ട് നെക്ക്. ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി ഇവിടെ താഴെ റൗണ്ട് ചെയ്യണം. അത് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു 3/4 മാർക്ക് ചെയ്യുക. ഈ കോർണറിന് 3/4 മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കോഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള 5 ഇഞ്ച് ലെങ്ത്തിൽ 4 പീസസ് ആവശ്യമുണ്ട് ഫ്രണ്ടിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കോഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഫ്രണ്ടിലേക്കാണ് ചെയ്യേണ്ടത്. 2 സൈഡും ഫ്രണ്ടിലേക്ക്. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ 4 കോഡും ഫിറ്റ് ചെയ്യുക, ലെഫ്റ്റും റൈറ്റും. ആം ഹോളാണ് ഫസ്റ്റ് പൈപ്പിംഗ് അടിക്കേണ്ടത്. ഇത് സിംഗിൾ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ്
സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ കേവ് വരുമ്പോൾ കുറച്ച് നല്ലവണ്ണം വലിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് 2 ക്ലോത്ത് വെച്ചടിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യാം. ആ കേവ് വരുമ്പോൾ മാത്രം വലിച്ചു കൊടുത്താൽ മതി. ഇനി ഫ്രണ്ടിലേക്ക് സെക്കൻഡ് സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്താലാണ് വളരെ നീറ്റായിരിക്കും. പൈപ്പിംഗ് കാണാൻ തന്നെ നീറ്റായിരിക്കും. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. ഇനി ചുറ്റും പൈപ്പിംഗ് അടിക്കുക. അത് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക്. വലിക്കുകയൊന്നും വേണ്ട. ഒരു 2 ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഈ കേവ് എത്തുമ്പോൾ ലൂസായി കൊടുക്കണം. കുറച്ചായി സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കോഡ് സ്റ്റിച്ച് ചെയ്ത് പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇവിടെയും ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കണം. ഇവിടെ ഒരു ചെറിയ കേവ് ഉണ്ടല്ലോ. ഇനി വലിക്കണം നെക്ക്. ക്രോസ് പീസ് മാത്രം വലിക്കണം. അതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തത് ബാക്ക് സൈഡിലേക്ക് ആക്കണം.
ഇനി പൈപ്പിങ് സെക്കൻഡ് സ്റ്റിച്ച്, ചുറ്റുമുള്ള പൈപ്പിങ് സ്റ്റിച്ച് ചെയ്യാം. ഇത് കൂടി കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് ബോൺ ബേബിക്ക് നല്ലൊരു ഡ്രസ്സാണിത്. 0 സൈസാണ്, ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ന്യൂ ബോൺ ബേബി ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അത് ഞാൻ തമ്പനയിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.